ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. പിന്നെ നല്ല മുളകിട്ട പിന്നെ എന്തെങ്കിലും മീൻ കറി കൂട്ടണമെന്ന്, നല്ല പുളിയൊക്കെ ഇട്ട് വെച്ചത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് ഫ്രിഡ്ജിൽ പിന്നെ ചെമ്മീനുണ്ട്, ചെമ്മീനേ ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് നല്ല മുളകിട്ട കറി ആക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പറഞ്ഞു, നീ ആക്കുന്നത് തന്നെ, കാരണം ചില ടൈം എൻ്റെ കയ്യിൽ നിന്ന് നല്ല കറികളൊക്കെ നല്ല രീതിയിൽ പാളിപ്പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ആൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് ആക്കുമെന്ന്. എന്നിട്ട് പുളിയൊക്കെ ഇട്ടിട്ട്, പൊതുവേ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് അധികം ചിക്കൻ കറി ആക്കുമ്പോഴാണ് പാളിപ്പോവാറ്. എന്നിട്ട് ഞാൻ പറഞ്ഞ് ആദ്യമൊക്കെ നല്ലോണം ആക്കാറുണ്ട്, ഇനിയിപ്പോൾ എന്താ അറിയില്ല, ഇപ്പം മൊത്തത്തിൽ പാളലാണ്. എന്നിട്ട് ഞാൻ പിന്നെ പിറ്റേന്ന് ഞാൻ ഇന്ന് എന്ത് ചെയ്ത്, ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ചെമ്മീൻ്റെ തണുപ്പെല്ലാം മാറ്റാൻ വെച്ച് നന്നായിട്ട് ആദ്യം പിന്നെ ഉപ്പും മഞ്ഞളും മുളകും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ട് നന്നായിട്ട് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച്, അതിന് ശേഷം പിന്നെ ചെറിയ ഉള്ളി ഇട്ടാൽ പൊതുവെ ഞാൻ എല്ലായിടത്തും കേട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി നമ്മളെ കറിയിൽ ചേർക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ചെറിയ ഉള്ളി ഇട്ട്, പിന്നെ ചെറിയ ഉള്ളി ഞാൻ മുറിക്കാൻ നിന്നിട്ടില്ല, ചതച്ചിട്ടാണ് എടുത്തത് കേട്ടോ. ചതച്ച് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ആക്കാമെന്ന് വെച്ച്. എനിക്കൊരു വാശിയായിരുന്നു ഇന്ന് എൻ്റെ കറി ആൾ കൂട്ടിയിട്ട് പറയണം, വാവ് അടിപൊളിയെന്ന്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെമ്മീൻ കുറേ ഉണ്ടായിരുന്നു, ആദ്യം ഞാൻ പൊരിക്കേണ്ട രണ്ട് മനസ്സിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചെടുത്ത് പൊരിക്കുക, എല്ലാം കറി വെച്ചിട്ട് എന്തിനാന്ന്. അങ്ങനെ എൻ്റെ കറി ഞാനിവിടെ തയ്യാറാക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ മുളകിട്ട കറി? പലർക്കും എന്താ പറയുക, അരച്ച് വെച്ച കറിയായിരിക്കും ഇഷ്ടം അല്ലേ, തേങ്ങ അരച്ച് വെച്ച്. എനിക്ക് പണ്ടേ മൊളീഷനാണ്, നമ്മുടെ നാട്ടിൽ മൊളീഷൻ എന്ന് പറയാം, മൊളീഷനാണ് ഭയങ്കര ഇഷ്ടമാണ്. മൊളീഷൻ പിന്നെ എന്ത് കറിയാകുമ്പോൾ മൊളീഷനാകും, ഞാൻ എന്ത് മീനാണെങ്കിലും മൊളീഷനാകും ഞാൻ നന്നായിട്ട് കഴിക്കും. തേങ്ങ അരച്ച കറീനോട് പണ്ടേ അത്ര പ്രിയം പോരാ. അതുകൊണ്ട് ഞാൻ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഹസ്ബൻഡിനാണെങ്കിലും തേങ്ങ അരച്ച കറി വേണമെന്നില്ല, മൊളീഷനാണ് ആൾക്കും ഇഷ്ടം. അപ്പം പക്ഷേ ആൾക്കെന്ന് വെച്ചാൽ ആൾ അത്യാവശ്യം കുക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതിങ്ങനെയല്ല അതങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് ആളുടെ ഒരു രീതിയിൽ കുക്ക് ചെയ്യും കേട്ടോ. എന്നാലും ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അങ്ങനെ ആൾക്ക് ബീഫ് കറിയെല്ലാം ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില ടൈം ഞാനങ്ങ് കിച്ചൺ വിട്ടു കൊടുക്കും, നിങ്ങളാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ വെറുതെ എന്തിനാണ് നമ്മളാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ വളരെ മോശം കാര്യം നമ്മൾ കേൾക്കേണ്ടത്. എന്നാലും ആൾ അധികം മോശമൊന്നും പറയില്ല കേട്ടോ, എന്നെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആളെപ്പോഴും പറയും നമ്മൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്നേഹവും കൂടി അതിൻ്റെ കൂടെ ചേർക്കണമെന്ന്. അപ്പോൾ ഇത്രയൊക്കെയിലും എൻ്റെ കറി തയ്യാറായിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു.